കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു ദാരുണ സംഭവമായിരുന്നു മലയൻകീഴ് സ്വദേശി ബിസ്മീറിന്റെ മരണം. ആശുപത്രിയുടെ അടഞ്ഞുകിടക്കുന്ന ആ ഗേറ്റിന് മുന്നിൽ ആ പാവം സ്ത്രീ തന്റെ ഭർത്താവിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടും ആ വാതിലുകൾ തുറക്കപ്പെട്ടില്ല. തുറക്കപ്പെടാത്ത വാതിലുകൾ ആ 7 മിനിറ്റുകൾ ബിസ്മീറിന്റെ ജീവൻ കവർന്നെടുത്തിരിക്കുന്നു. കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. ആശുപത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന DMOയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം സത്യമാണോ അതോ വലിയൊരു ഒത്തുകളിയാണോ? ബിസ്മീറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ? നിയമസഭയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ രഹസ്യങ്ങൾ വരെ നമുക്ക് പരിശോധിക്കാം. PRK വോയിസിലൂടെ കാണുക. PRK വോയിസ്. ഹലോ എവരിവൺ, വെൽക്കം ടു PRK വോയിസ്. നമസ്കാരം, ഞാൻ പ്രദീപ് രാമകൃഷ്ണൻ. നടന്ന രാത്രി 1:28 ശ്വാസതടസ്സം നേരിട്ട ബിസ്മീറിനെ ഭാര്യ ജാസ്മിൻ ആശുപത്രിയിൽ സ്കൂട്ടറിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ കണ്ടത് അടഞ്ഞുകിടക്കുന്ന ഗ്രില്ലുകൾ. ഇത് നമ്മുടെ സർക്കാർ ആശുപത്രിയാണെന്ന് ഓർക്കുക. 4 തവണ ആ പാവം സ്ത്രീ ബെല്ലടിച്ചിട്ടും ഗേറ്റുകൾ തുറന്നില്ല. ഡ്യൂട്ടി ഡോക്ടറും നേഴ്സും ഉറങ്ങുകയായിരുന്നു എന്നാണ് ഭാര്യ സഹോദരൻ പറയുന്നത്. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കണ്ട ആരുടെയും കണ്ണു നിറയും. ആ പാവം സ്ത്രീ ജാസ്മിൻ സഹായത്തിനായി ഓടി നടക്കുന്നത് കാണാം. വാതിൽ തുറന്നപ്പോഴേക്കും ആ സമയം, വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിന്റെ സഹോദരൻ ONE ഇന്ത്യ TVക്ക് നൽകിയ റിപ്പോർട്ട് നമുക്ക് കാണാം. ആ സമയത്തെല്ലാം ലോക്കാണ്. അവരുടെ മറുപടി നിന്ന് പട്ടി കയറണമെന്നാണ് ഹോസ്പിറ്റൽ കൂട്ടിയത്. ഇതേപോലെ ന്യായമാവുകയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടും പറ്റില്ല. ആ ഹോസ്പിറ്റൽ തന്നെയാണ് വീട്ടിന്റെ എമർജൻസി പറഞ്ഞാൽ മാത്രം കൂടെ കാണിക്കരുത്. 17-ാം തീയതി ചെയ്ത ചികിത്സ എന്തുകൊണ്ട് 10 ചെയ്തത്? അത്രയും ഹാർട്ട് പേഷ്യൻ്റ് അല്ല പുള്ളി. അത് കഴിഞ്ഞ അവിടെ CPR കൊടുക്കാതെയാണ് ഒരു ആംബുലൻസ് കിട്ടുന്നത്. ആംബുലൻസിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറോ ഒന്നുമില്ല. കിടന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ത്രീകളെ എത്തുമ്പോഴത്തേക്കും ബസ് ഡോക്ടർ CPR കൊടുത്തില്ല. CPR കൊടുത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി മരിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഹോസ്പിറ്റൽ വെച്ച് പുള്ളി മരിച്ചു. അങ്ങോട്ട് കാണാം. വേറെ വരുമാനമൊന്നുമില്ല. പക്ഷെ ഉടനെ ബൈക്കിൽ കൊണ്ടുപോയി നേഴ്സ് കഴിച്ച ഒറ്റ അടുത്തതാണ് എങ്ങനെ കൊണ്ടുവന്നു. ബൈക്കിൽ കൊണ്ടുവന്നു. ഇത്രയും സീരിയസ് പേഷ്യൻ്റ് ബൈക്കാണ്. അതപ്പോൾ എത്തിയിട്ട് എത്ര 7 മിനിറ്റായി. അവരുടെ ചോദ്യം നമ്മൾ കുറ്റക്കാരാണെന്ന് കാണിക്കുന്നുണ്ടാണ് അവർ പോയി. നിങ്ങൾ ബൈക്കിനാണ് കൊണ്ടുവന്നത്. എത്രയും സീരിയസ് ആയി പോയി. സീരിയസ് ആയതിനു ശേഷം അവിടെ ഗേറ്റ് തുറക്കാൻ എന്തുകൊണ്ട് പൂട്ടിയിട്ട്? ഒരു ഗവൺമെന്റ് സ്ഥാപനം നൈറ്റ് ഡ്യൂട്ടിക്ക് ആളുള്ളപ്പോൾ എന്താണ് പൂട്ടുന്നത്? നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടറും നഴ്സും ഗേറ്റ് പൂട്ടിയിട്ട് കിടന്നുറങ്ങുകയാണ് എന്നാണ് ഭാര്യ സഹോദരൻ പറയുന്നത്. എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് സുരക്ഷാ കാരണങ്ങളാലാണ് ഗേറ്റ് അടച്ചിട്ട് എന്നാണ്. എന്നാൽ ഒരു ആശുപത്രിയിൽ ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ ചികിത്സയാണോ വലുത് അതോ സുരക്ഷയാണോ വലുത്? നിങ്ങൾ പറയുക. ഇപ്പോഴിതാ ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയില്ല എന്നാണ് പ്രാഥമിക നിഗമനം. റിപ്പോർട്ടിലെ വാദങ്ങൾ നോക്കാം. ബിസ്മീറിന് നെബുലൈസേഷൻ, ഇഞ്ചക്ഷൻ, ഓക്സിജൻ സപ്പോർട്ട് എന്നിവ നൽകി എന്നാണ് പറയുന്നത്. ആരോഗ്യനില മോശമായതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നാണ് ആശുപത്രിയുടെ വാദം. എന്നാൽ ഭാര്യ സഹോദരൻ പറയുന്നത് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതെല്ലാം നിയമ അനുസൃതമാണോ? ബിസ്മീറിന്റെ ഭാര്യ സഹോദരൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായും ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇനിയൊരു മരണം ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ബിസ്മീറിന് ഹൃദയ സംബന്ധമായ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നത് ആ വൈകിയ 7 മിനിറ്റ് ബിസ്മീറിൻ്റെ നില വഷളാക്കിയില്ലേ? സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് കാലതാമസം വന്നോ? ചോദിക്കേണ്ടിയിരിക്കുന്നു. ബിസ്മീറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഹൃദയസ്തംഭനത്തിലേക്കാണ്. നേരത്തെയുള്ള ഹൃദയരോഗം ഇതിന് കാരണമായിട്ടുണ്ടാകാം. എന്നാൽ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. കൃത്യസമയത്ത് CPR നൽകിയിരുന്നെങ്കിൽ ബിസ്മീറിനെ രക്ഷിക്കാമായിരുന്നില്ലേ? നിലവിലെ പോലീസ് അന്വേഷണം 174 CRPC പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്കായി CCTV ദൃശ്യങ്ങൾ അയച്ചു കഴിഞ്ഞു. ഡോക്ടറുടെയും ജാസ്മിൻ്റെയും മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് പരിശോധിക്കുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ
ഒരു സ്വതന്ത്ര മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരണം നിയമസഭയെയും പിടിച്ചുലച്ചോ അതോ രാഷ്ട്രീയ മുതലെടുപ്പോ? ആരോഗ്യവകുപ്പ് പരാജയമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. തന്നെയായാലും നിലവിലെ സർക്കാരിന് ഈ വിഷയത്തിൽ കണ്ണടയ്ക്കാനാവില്ല. ഇസ്മീറിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ ആലോചനയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇസ്മീറിന്റെ ഭാര്യ ജാസ്മിന് ജോലി നൽകുന്ന കാര്യത്തിലും പരിഗണന ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വിഗ്ഗി ജീവനക്കാരനായ 5ഉം 11ഉം വയസ്സുള്ള മക്കളുടെ അച്ഛനുമായ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ബിസ്മീറിൻ്റെ അകാലത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇതെങ്കിലും ചെയ്തു നൽകണമെന്നാണ് PRKയുടെയും അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും അറിയിക്കുക. ഏറ്റവും പ്രധാനം, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ പ്രോട്ടോകോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബിസ്മീറിൻ്റെ ഭാര്യ സഹോദരൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ ഹോസ്പിറ്റലിലെ നേഴ്സ് ചോദിച്ചു ഇത്രയും സീരിയസ് ആയ ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ ബൈക്കിലാണോ കൊണ്ടുവന്നത് എന്ന്. ഓർക്കുക സഹോദരങ്ങളെ, ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ ഓടിയെത്തുവാൻ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷകൾ ഒരുപാടുണ്ട്. അടുത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ നമ്പറെങ്കിലും മേടിച്ച് നിങ്ങൾ കരുതുക. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ PRKക്ക് തോന്നിയ ഒരു ആശയം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. സ്കൂളുകളിൽ ഹൈസ്കൂൾ തലങ്ങൾ മുതൽ CPR ട്രെയിനിങ് 6 മാസത്തിലൊരിക്കൽ സ്കൂളുകളിൽ നടത്തുക. പൊതുസമൂഹത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കും ജനങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അതാത് വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ വർഷത്തിൽ 2 വട്ടമെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി നടത്തേണ്ടിയിരിക്കുന്നു. അതിൽ ഉൾപ്പെടുത്തേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1 ട്രാഫിക് റൂൾ ആൻഡ് റെഗുലേഷൻസ്, 2 ഫയർ ആൻഡ് സേഫ്റ്റി, 3 CPR. ഇത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തണമെന്നാണ് PRKയുടെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇസ്മീറിന്റെ മരണം വെറുമൊരു വാർത്തയല്ല, ഇത് നമ്മുടെ ആരോഗ്യരംഗത്തെ ചില പഴുതുകളുടെ നേർക്കാഴ്ചയാണ്. സിസ്റ്റം പിഴവ് ആവാതിരിക്കട്ടെ. പൊതുസമൂഹത്തിനും PRKയ്ക്കും വിളപ്പിൽശാല ഹോസ്പിറ്റലിൽ ജോലി ചെയ്തവരോട് ഒരു ചോദ്യം: അന്ന് ആ സംഭവ സ്ഥലത്ത് നിങ്ങളുടെയൊക്കെ കുടുംബക്കാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ ഗേറ്റ് തുറക്കാൻ 7 മിനിറ്റ് വൈകുമായിരുന്നോ? നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ആരോഗ്യരംഗത്തെ സിസ്റ്റത്തിന് പിഴവുകളുണ്ടെങ്കിൽ തീർച്ചയായും പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നൈറ്റ് തുറന്ന് പ്രവർത്തിക്കേണ്ട ഹോസ്പിറ്റൽ അടച്ചിടുകയല്ല വേണ്ടത്. സുരക്ഷാ കാരണങ്ങൾ കാണിച്ച് ഗ്രില്ല് പൂട്ടിയിട്ടത് അതൊരു മാർഗമായി തോന്നുന്നില്ല. അതിനുള്ള പോംവഴി ഒരു സെക്യൂരിറ്റിയെ നിയമിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായം? മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് വരുമ്പോൾ സത്യം പുറത്തു വരുമെന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. ഇസ്മീറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളിലെ സത്യങ്ങൾ, യാഥാർത്ഥ്യം 10 മിനിറ്റിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അറിയുവാൻ PRK വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കാണുക PRK വോയിസ്, ദ പവർ ഈസ് റൈറ്റ് നോളജ്. ലോക സമസ്ത സുഖിനോ ഭവന്തു.